ഹായ്, അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മാത്സിൻ്റെ റിവിഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ 9ാമത്തെ പാഠം മുതൽ 16ാമത്തെ പാഠം വരെയുള്ള ഭാഗങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാഠം സീക്വൻസ് ആൻഡ് സീരീസ്. ഈ പാഠത്തിൽ നിന്ന് സിമ്പിളായിട്ടുള്ള AP റിലേറ്റഡ് പ്രോബ്ലംസ് ഇപ്പോൾ കോമൺ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച APനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. APനെ റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ 2ൻ്റെയും 10ൻ്റെയും ഇടയിൽ AP ഫോം ചെയ്യണ രീതിയിൽ ഒരു 4 ടേംസ് ഇടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. ഇപ്പോൾ 2ഉം 10ഉം തന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു 3 ടേംസ് AP ഫോം ചെയ്യണ രീതിയിൽ ഇടാൻ പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 4, 6, 8 ആണ് ഉത്തരമായിട്ട് കിട്ടുക. അങ്ങനെ AP മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ 3 ടേമിന് ഇൻസേർട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. പിന്നെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാനുള്ള തരം ചോദ്യങ്ങൾ വരാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് 10ഉം പിന്നെ 10th ടേം എന്ന് പറഞ്ഞത് 90 അല്ലെങ്കിൽ ഒരു 90 അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് D കാണാൻ പറയും. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ സം ഓഫ് nth ടേമിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഒരു AP പോലെ തന്നിട്ട് അതിൻ്റെ 10ാമത്തെ ടേം എത്രയാണ്, 11ാമത്തെ ടേം എത്രയാണ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ SN അല്ലെങ്കിൽ സം ഓഫ് nth ടേം 56 ആണ് എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ Nൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവർ Aയും Dയും ഒക്കെ അവർ തന്നിട്ടുണ്ടാവും, N അവർ തന്നിട്ടുണ്ടാവില്ല, ടോട്ടൽ സമ്മും തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും നോക്കി പോവാം. പിന്നെ GP റിലേറ്റഡ് പ്രോബ്ലം ആണ് അടുത്തത്. GP നമ്മൾ ഇക്കൊല്ലം പുതിയതായിട്ട് പഠിക്കുന്ന കൺസെപ്റ്റാണ്. അതിലും ഇതേപോലെ തന്നെ ഇൻസേർട്ടിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. GPൻ്റെ ഉള്ളിൽ ഒരു 3 ടേമൊക്കെ വരുന്ന രീതിയിൽ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ GPൻ്റെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് നല്ല റേഷ്യോ ആണ്, ശരിക്കും 6 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ കോമൺ റേഷ്യോ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ സം ഓഫ് nth ടേം ഓഫ് GP അതും ഇതേപോലെ ചോദിക്കുക. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അവിടെ ഇതേപോലെ സം ഓഫ് n ടേംസിൻ്റെ വാല്യൂ തന്നിട്ട് നമ്മളോട് n കണ്ടുപിടിക്കാൻ പറയും. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു തരം പ്രോബ്ലമാണ് അടുത്തായിട്ട് എഴുതിയിരിക്കുന്നത്. 7 + 77 + 777 + 7777 അങ്ങനെ പോണത്. ആ തരം പ്രോബ്ലംസ് ഇത് ഇപ്പോൾ ഈ നമ്പർ ആയിക്കോളണമെന്നില്ല. ചിലപ്പോൾ 8 + 88 + 888 ആ രീതിയിലൊക്കെ നമ്പേഴ്സ് മാറാറുണ്ട്. പക്ഷെ ചെയ്യുന്ന മെത്തേഡ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 7 ആദ്യം നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പോൾ 1 + 11 + അങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണത്, 7 / 9 എഴുതും. ഇവിടെ ഡിനോമിനേറ്ററിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 9 കൊണ്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ ഈ 9 നമുക്ക് അപ്പോൾ 10 - 1 എഴുതാം. അതേപോലെ 99 10² - 1 എഴുതാം. അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു മെത്തേഡ് മനസ്സിലായല്ലോ. ഇനി ജസ്റ്റ് ടെക്സ്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവും. ഇത് കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്തായാലും നോക്കി പോകണം. പിന്നെ അടുത്ത ചോദ്യം ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. 1 × 2 + 2 × 3 + 3 × 4. അപ്പോൾ അങ്ങനത്തെ തരം ചോദ്യങ്ങൾ വന്നാൽ, ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, n × n + 1 അതിൻ്റെ സമ്മേഷനാണ് ഇതിൻ്റെ ഉത്തരം. അതായത് n 1 ആവും. അപ്പോൾ ഇവിടെ 1 × 2 അങ്ങനെ വന്നു. ഇതേപോലെ അടുത്ത ടേം എടുക്കുകയാണെങ്കിൽ 2, ഇവിടെ 2 × 3 അതേപോലെ തന്നെ അത് വരണേ. അപ്പോൾ ഇതിൻ്റെ സമ്മേഷനാണ് ഉത്തരം. അപ്പോൾ സമ്മേഷൻ ഓഫ് n × n + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് n² + n ആണ്. ഇതിൽ നമുക്ക് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് ടെക്സ്റ്റിൽ തന്നെ. സം അപ് ടു n ടേംസിൻ്റെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ n × n + 1 / 2 ആണ്. n² പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ n × n + 1 × 2n + 1/6 ആണ്. അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഉത്തരം കിട്ടും. പിന്നെ അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ട ചോദ്യം സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് n ടേംസ്. അതാണ് അടുത്തതായിട്ട് നമ്മൾക്ക് അതായത് സമ്മും പ്രൊഡക്റ്റും അവർ തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ തരം ചോദ്യങ്ങൾ കാണാം. അവർ GPൻ്റെ ആവാം APൻ്റെ ആവാം, ഇതിൻ്റെ സമ്മോ പ്രൊഡക്റ്റോ ഒക്കെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അതിനെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GPയിലൊക്കെ ആകുമ്പോൾ നമ്മൾ അതിന് വാല്യൂ ഇങ്ങനെ കൊടുക്കുക. 1/6 ആദ്യത്തെ ടേം, രണ്ടാമത്തെ ടേം 6, അടുത്ത ടേം r² അങ്ങനെയൊക്കെ വാല്യൂ കൊടുക്കുക. ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരങ്ങൾ വേഗം നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.
ഇനി അടുത്ത പാഠം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻസ് മൊത്തത്തിൽ കുറേ ഇക്വേഷനൊക്കെ പഠിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പഠിച്ചിരിക്കേണ്ടത്. സ്ലോപ്പ് എല്ലാവർക്കും അറിയുണ്ടാവും, എളുപ്പമാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. m is equal to എന്നാണ് നമ്മൾ സ്ലോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ m is equal to y2 minus y1 by x2 minus x1. y2 y1 x2 x1 ഒക്കെ പോയിന്റുകളാണ്, കോർഡിനേറ്റ്സുകളാണ്. പിന്നെ അടുത്തത് ഇതിന് നമുക്ക് ടാൻ തീറ്റ ആംഗിൾ നമുക്ക് തന്നു വെച്ചാൽ ടാൻ തീറ്റ വെച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ആ തീറ്റേൻ്റെ അവിടെ അതിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ എത്ര വെച്ചാൽ കൊടുക്കുക. പിന്നെ മൈനസ് എ ബൈ ബി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇതിൽ എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. ഇപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നാണ് ഇക്വേഷൻ വെച്ചാൽ അതിലെ എ എക്സിൻ്റെ അവിടെ എന്ത് കോഎഫിഷ്യൻ്റ് ആണോ ഉള്ളത് അത് ഇവിടെ എഴുതുക, വൈൻ്റെ അവിടെ എന്ത് കോഎഫിഷ്യൻ്റ് ആണോ ഉള്ളത് അത് ഡിനോമിനേറ്ററിൽ എഴുതുക. അങ്ങനെയാണ് നമ്മൾ മൈനസ് എ ബൈ ബി എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ സ്ലോപ്പും ഈ 3 രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെ എന്താണോ നമുക്ക് തന്നേച്ചാൽ അതിനനുസരിച്ച് സ്ലോപ്പ് കണ്ടുപിടിക്കാം. പിന്നെ അടുത്ത ടൈപ്പ് ചോദ്യം വരാറുള്ളത് ഇക്വേഷൻ ഓഫ് ലൈൻ എന്നുള്ളതാണ്. ഇക്വേഷൻ ഓഫ് ലൈനും ഇതേപോലെ എളുപ്പമാണ്. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ് x മൈനസ് x1. അപ്പോൾ നമുക്കൊരു കോർഡിനേറ്റിങ്ങിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ y1 എന്നുള്ളത് x1 എന്നുള്ളതുമാണ് ആ 2 കോർഡിനേറ്റുകൾ. അവിടെ ആ വാല്യൂ കൊടുക്കുക, പിന്നെ സ്ലോപ്പിൻ്റെ വാല്യൂ m-നും കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാം. പിന്നെ ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമ്മൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അതും ഇപ്പോൾ ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഇതാണ് പറയുന്നത് x ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിൽ എഴുതാൻ ചോദിച്ചാൽ ഈ ഒരു ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ അത് എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. എക്സ് ഇൻ്റർസെപ്റ്റിനോട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈൻ്റെ വാല്യൂ 0 ആണ് എക്സ് ഇൻ്റർസെപ്റ്റിൽ. അതേപോലെ വൈ ഇൻ്റർസെപ്റ്റിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അടുത്തതായിട്ട് ഈ പാഠത്തിൽ നമുക്കുള്ളത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to mx plus c എന്നുള്ളതാണ്. അത് പഠിച്ചു വയ്ക്കുക. ഇവിടെ m എന്നുള്ളത് സ്ലോപ്പ് തന്നെ, പിന്നെ c എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് നോർമൽ ഫോമാണ്. എക്സാമിന് കോമൺ ആയിട്ട് പിന്നെ ചോദിച്ച് കാണാറ്. നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x cos ഒമേഗ പ്ലസ് y sin ഒമേഗ ഇസ് ഈക്വൽ ടു p എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ പെർപെൻഡിക്കുലർ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് മെഷേർഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. അതായത് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു ആംഗിൾ തന്നിട്ടുള്ളത്. ഈ ആംഗിളാണ് ഒമേഗ, ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ആംഗിൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോർമൽ ഫോമിലും ഇക്വേഷൻസ് എഴുതാൻ പറ്റും. നോർമൽ ഫോമിൽ വരുമ്പോൾ കോസ് ഒമേഗേൻ്റെ വാല്യൂ, സൈൻ ഒമേഗേൻ്റെ വാല്യൂ, പീൻ്റെ വാല്യൂ ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള അതിൻ്റെ ഇക്വേഷനും ടെക്സ്റ്റിലുണ്ട്. അതെന്തായാലും നോക്കി പോവാം. പിന്നെ അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് 2 ലൈനുകൾ എന്നാൽ ആദ്യം നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 m2. ഇതാണ് എനിക്ക് എഴുതാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതാൻ നേരെ പറ്റാത്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യനാണ് പിന്നെ ഇവിടുന്ന് ചോദിക്കാറ്. ഡിസ്റ്റൻസിൻ്റെ 1-2 ഇക്വേഷൻസ് ഉണ്ട്, പാരലൽ ലൈൻ്റെയും മറ്റേ ലൈൻ്റെയും ഒക്കെ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഇനി നമ്മളുടെ അടുത്ത പാഠത്തേക്ക് പോകുമ്പോൾ കോണിക് സെക്ഷൻസ് ആണ്. കോണിക് സെക്ഷൻസിനെ നമുക്ക് കൃത്യമായിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ പാഠത്തിനെ. ആ 4 ആദ്യം സർക്കിൾ, പിന്നെ പാരബോള, എലിപ്സ്, ഹൈപ്പർബോള. ഈ സർക്കിളിൽ അതിൻ്റെ സെൻറ്റർ, റേഡിയസ്, പിന്നെ അതിൻ്റെ ഇക്വേഷൻ, ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പാരബോളയിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താൻ പറ്റും, അതിൻ്റെ ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ആക്സിസ് ഏതാണ്, വെർട്ടെക്സ്, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടർ, ഇതൊക്കെ ഇതിൻ്റെ ഇക്വേഷൻസ് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിന് വേറെ ഏത് ചോദ്യം വരാമെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ചാപ്റ്ററാണ്. ഈ ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഈ ചാപ്റ്ററിന്. പിന്നെ എലിപ്സിൻ്റെ ഇക്വേഷൻ, സെൻറ്റർ, ഫോക്കസ് അല്ലെങ്കിൽ ഫോസായി, പിന്നെ വെർട്ടിസസ്, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, പിന്നെ മേജർ ആക്സിസിൻ്റെയും മൈനർ ആക്സിസിൻ്റെയും ലെങ്ത്തും പഠിക്കണം. പിന്നെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം, അതേപോലെ എക്സെൻട്രിസിറ്റി, പിന്നെ ഹൈപ്പർബോള, അതിൻ്റെ ഇക്വേഷൻ, സെൻറ്റർ, വെർട്ടിസസ്,
പോസിറ്റീവ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഏതാണെന്നും അതിൻ്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും കോൺജുഗേറ്റ് ആക്സിസ് ഏതാണെന്നും അതിൻ്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും പിന്നെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം പിന്നെ എക്സെൻട്രിസിറ്റി, ഇങ്ങനെ ഈ ടോപ്പിക്സ് ഈ ചാപ്റ്ററിലും കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ എക്സെൻട്രിസിറ്റീൻ്റെ കാര്യം പറയുമ്പോൾ സർക്കിളിൻ്റെ എക്സെൻട്രിസിറ്റി 0യും പാരബോളേൻ്റെ എക്സെൻട്രിസിറ്റി 1ഉം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഈ പാഠത്തു നിന്ന് ചോദിക്കാറ്. ഇതിൽ തന്നെ ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ടത് എലിപ്സ് ആട്ടോ. എലിപ്സിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കോമൺ ആയിട്ട് കാണാറ്. അപ്പോൾ അതുകൊണ്ട് എലിപ്സ് എന്തായാലും മറക്കാതെ പഠിക്കണം. എലിപ്സിൻ്റെ ഒന്നും പഠിക്കാൻ നേരം കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എലിപ്സ് എങ്കിലും പഠിച്ചു പോവുക. എലിപ്സിൽ തന്നെ ഒരു ടൈപ്പ് പ്രോബ്ലമാണ് ഇവിടെ കോമൺ ആയിട്ട് കാണാറുള്ളത്. x²/25 ഇവിടെ നേരെ എഴുതാൻ പറ്റുന്നില്ല, പ്ലസ് y²/9 = 1. ഈ ടൈപ്പ് പ്രോബ്ലം എന്തായാലും ചെയ്ത് നോക്കുക. ഇത് കമ്പൽസറി ആയിട്ട് എക്സാമിന് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട് അറിയാം. അപ്പോൾ അതൊന്ന് നോക്കിപ്പോവുക. ഇനി അടുത്ത നമ്മളുടെ പാഠത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഒക്ടൻ്റ് കണ്ടുപിടിക്കാൻ പഠിക്കണം. ഒക്ടൻ്റ് മൊത്തം നമ്മൾ ക്വാഡ്രൻ്റ് 4 ഉണ്ട് നമുക്ക് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ 8 ഒക്ടൻ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം അറിയാമല്ലോ, എക്സും വൈൻ്റെ ഒപ്പം ഇപ്പോൾ നമ്മൾ Z ആക്സിസും കൂടിയും ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പോലെ തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മളുടെ അതിന് സെഡും കൂടിയും വരുന്നുണ്ട് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും വരില്ല. ഡിസ്റ്റൻസ് ഫോർമുലയാണ് ഈ ഭാഗത്തു നിന്ന് ആദ്യത്തെ ടോപ്പിക്കായിട്ട് പഠിക്കാൻ പിന്നുള്ളത്. ഈ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, x2 - x1 whole square പ്ലസ് y2 - y1 whole square പ്ലസ് z2 - z1 whole square. ഇതിൻ്റെ ഒരു റൂട്ടാണ് ഉത്തരം. എനിക്കിപ്പോൾ എഴുതാൻ നേരില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതണില്ല. എന്തായാലും ഇതാണ് സംഗതി. പിന്നെ ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, √(x² + y² + z² ആണ് അതിൻ്റെ കിട്ടുക. എന്താ വെച്ചാൽ ഇതിൽ x2 - x1 നമ്മൾ എഴുതണ്ടല്ലോ, അതിലിപ്പോൾ x1 0 അല്ലേ, ഒറിജിനിൽ 0 അല്ലേ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ ഇങ്ങനെ വരുമ്പോൾ x2² വരികയാണ്. x2 നമ്മൾ പ്രത്യേകം കൊടുക്കണ്ടല്ലോ, ഒരു പോയിന്റ് അല്ലേ നമുക്കുള്ളൂ. അപ്പോൾ x കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഗതി. പിന്നെ അടുത്തത് കോമൺ ആയിട്ട് ഈ പാഠത്തുനിന്ന് വരുന്നത് ഈ m:n റേഷ്യോ ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. നമ്മൾ 2 ലൈൻസ് തന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റേർണലി എക്സ്റ്റേർണലിയും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റേർണലി കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എക്സിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ mx2 + nx1/m+n ആണ്. എക്സ്റ്റേർണലി ആണത് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ mx2 - nx1/m-n. ആ രീതിയിലാണ് ഇക്വേഷൻ വരിക. വൈൻ്റെ സെറ്റിൻ്റെ ഒക്കെ ഇതേപോലെ തന്നെയാണ് വരിക. പിന്നെ നമുക്ക് k:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ അതിൻ്റെ സംഗതി അറിയില്ലെങ്കിൽ നമുക്ക് റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ k:1 എന്നുള്ള റേഷ്യോയിൽ അത് കൊടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് അവസാനം kൻ്റെ വാല്യൂ എന്തെങ്കിലും കിട്ടും. അത് ശരിക്കും m/n ഇപ്പോൾ 5/3 എന്നാ വാല്യൂ കിട്ടി വെച്ചാൽ ഏത് റേഷ്യോയിൽ അത് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5:3 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കട്ട് ചെയ്യണേ എന്ന് എഴുതിയാൽ മതി. പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. മിഡ് പോയിന്റ് ആണെങ്കിൽ x1 + x2/2 ആ രീതിയിൽ ചെയ്താൽ മതി. y1 + y2/2 z1 + z2/2. പിന്നെ അടുത്തത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിലാണെങ്കിൽ 3 പോയിന്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ x1 + x2 + x3/3. പിന്നെ അതേപോലെ y1 + y2 + y3/3 z1 + z2 + z3/3 അങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഈ കൊല്ലത്തേനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇതാണ് എന്നാണ് പറയേണ്ടത്. ബിക്കോസ് മാർക്ക് ബേസ് ട്രിഗ്നോമെട്രിക്കും ഇതിനും ആണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാറ്. അത് മാത്രമല്ല സെക്കൻഡ് ഇയറിലും ഈ ടോപ്പിക്ക് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് അതില്ലാതെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കുറച്ച് ഐഡൻറ്റിറ്റീസ് ആണ് ആദ്യം പഠിക്കേണ്ടത്. ഇതിന് ഏത് ചോദ്യം വരുന്നതെന്നും കൃത്യം പറയാൻ പറ്റില്ല. പ്രീവിയസ് ഇയർ ഒക്കെ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഐഡൻറ്റിറ്റീസും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a x⁻m - a⁻m by x⁻n - a⁻n is equal to m/n a⁻m-n. ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇതാണ് ഐഡൻറ്റിറ്റികളിൽ ഒരെണ്ണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം. പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x/x = 1 അത് പഠിച്ചു വയ്ക്കുക. അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0
e raised to x minus 1 by x is also equal to 0. ഇനി അതേപോലെ തന്നെ നമുക്ക് ലോഗിൻ്റെ ഒരെണ്ണം, ലോഗരിതത്തിൻ്റെ ഒരെണ്ണം കൂടിയും പഠിക്കാനുണ്ട്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 അതിൽ തന്നെ log 1 plus x by x is equal to 1. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളുടെ ഡെറിവേറ്റീവ്സിൻ്റെ ഭാഗമാണ്. ഡെറിവേറ്റീവ്സിൻ്റെ ഭാഗത്തിൽ തന്നെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0, അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാം, f of x plus h minus f of x by h. ഈ രീതിയിലാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് വരുന്നത്. പിന്നീട് നമ്മൾ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ്റ് റൂളും പഠിക്കുന്നുണ്ട്. ഈ റൂളിന് ഇതിലേതെങ്കിലും ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ കൊല്ലവും ഉണ്ടാവും. എന്താ ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. u ഇൻറ്റു വി, ഇങ്ങനെ രണ്ട് ടേംസ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം യു അതേപടി എഴുതുക, എന്നിട്ട് വിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ പ്ലസ് വി അതേപടി എഴുതുക, എന്നിട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും കൂട്ടുക. അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇനി നമ്മളുടെ കോഷ്യൻ റൂൾ എടുക്കുകയാണെങ്കിൽ അതും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പമാണ്. യു ബൈ വി അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുകയാണെങ്കിൽ ആദ്യം വി അവിടെ നിർത്തുക, എന്നിട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് കാണുക, മൈനസ് യു അവിടെ നിർത്തുക, വിൻ്റെ ഡെറിവേറ്റീവ് കാണുക, ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ പാഠത്തിൽ ഇതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ടാനിൻ്റെ ഡെറിവേറ്റീവ്, സൈനിൻ്റെ ഡെറിവേറ്റീവ്, അങ്ങനെ ഓരോ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് ശരിക്കും എല്ലാത്തിൻ്റെ ഡെറിവേറ്റീവും കാണാപ്പാട് തന്നെയാവണം. അതായത് സൈനിൻ്റെ, കോസിൻ്റെ, സൈൻ എക്സിൻ്റെ, കോസ് എക്സിൻ്റെ, ടാൻ എക്സിൻ്റെ, കോട്ട് എക്സിൻ്റെ, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, പിന്നെ ലോഗ് എക്സ്, പിന്നെ എക്സ് റേസ് ടു എൻ, ആ തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ എന്തായാലും നന്നായിട്ട് തറവായിട്ട് തന്നെ വരിക. പിന്നെ അടുത്ത നമ്മളുടെ പാഠം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നമുക്കുള്ളത് ഒന്ന് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്, റൂട്ട് 2 ഇറാഷണൽ ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ നേരെ എടുക്കുന്നില്ല, അതെല്ലാവർക്കും അറിയുണ്ടാവും. അത് എന്തായാലും പഠിച്ചു വെക്കണം. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 7 ഇത്തരത്തിലുള്ള നമ്പേഴ്സ് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. കോൺട്രഡിക്ഷൻ മെത്തേഡിലുള്ള ഈ ഒരു പ്രോബ്ലം സ്ഥിരം ചോദ്യമാണ്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് നോക്കുക. പിന്നെ അടുത്തത് കോൺട്രാ പോസിറ്റീവ് മെത്തേഡാണ്. അതായത് ഇഫ് പി ദെൻ ക്യൂ എന്നാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാവും, ഇഫ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ ദെൻ എക്സ് സ്ക്വയർ ഈസ് ഓഡ്. ആ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇവിടെ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, എക്സ് ഈസ് ഓഡ്. ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് സ്ക്വയർ ഈസ് ഓഡ്. അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചിടുക. ഇഫ് ക്യൂ ഈസ് നോട്ട് ട്രൂ ദെൻ പി ഈസ് ഓൾസോ നോട്ട് ട്രൂ. ആ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരിക. അത് നമ്മൾ തിരിച്ചിടുക. ഇഫ് പി ദെൻ ക്യൂ എന്നുള്ളതിനെ ഇഫ് ക്യൂ ദെൻ പി എന്നുള്ള രീതിയിലാക്കുക. എന്നിട്ട് നമ്മൾ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി എന്നുള്ള രീതിയിൽ ആക്കി മാറ്റണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇഫ് എക്സ് സ്ക്വയർ ഈസ് നോട്ട് ഓഡ് ദെൻ എക്സ് ഇസ് നോട്ട് ഓഡ്. ആ രീതിയിലാണ് പറയേണ്ടത്. പിന്നെ കൗണ്ടർ എക്സാമ്പിൾ മെത്തേഡും സിമ്പിളാണ്. നമ്മൾ ഒരു പ്രോബ്ലം തന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ടാൽ മതി. നമുക്കതിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു കോൺട്രാപോസിറ്റീവും കോൺവേഴ്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ മറിച്ചിടണം. അതായത് ഇഫ് ക്യൂ ദെൻ പി എന്നുള്ള രീതിക്ക് ആ ഒരു ചോദ്യത്തിനെ മാറ്റണമെന്ന്. അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺവേഴ്സ്. അത് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും നോട്ട് ചേർത്താലാണത് കോൺട്രാപോസിറ്റീവ് ആവുക. പിന്നെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇഫ് എന്താ പറയുക, ഇപ്പോൾ ഇറാഷണൽ നമ്പർ ആണ് എന്നാണ് തന്നിരിക്കണത് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഇറാഷണൽ, അല്ലെങ്കിൽ അത് റാഷണൽ ആണെന്ന് എഴുതിയാൽ മതി. അതാണ് നെഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ നിങ്ങളെല്ലാവരും ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. എന്നാൽ പിന്നെ സേഫാണ്, ഒരു കുഴപ്പമില്ല. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. പിന്നെ ഇംപ്ലിക്കേഷൻസ് 5 ടൈപ്പ് ഉണ്ട്, അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓർഡർ അങ്ങനത്തെ ഇതിനൊക്കെ ആദ്യം മാറ്റി വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റുകളിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണോ ഓരോന്നും ചെക്ക് ചെയ്യുക.
എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. പിന്നെ കണക്റ്റീവ് ആൻഡും ഓറൊക്കെ ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ അങ്ങനെ വരാറൊന്നുമില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്തിട്ടില്ല. ഇതാണ് സാധാരണ എക്സാമിന് ചോദിക്കാറ്. ഒരു കൊല്ലത്തെ വേറെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുനിന്നുള്ളത്. അപ്പം മറ്റൊന്നും കൂടിയും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിക്കാം. ഒരു സിമ്പിൾ ഡാറ്റ തന്നാൽ ഇപ്പോൾ 8, 2, 4, 9, 10 ഇങ്ങനെ ഒരു ഡാറ്റ തന്നു. ഇതിൻ്റെ മീൻ, വേരിയൻസ്, എസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. CV എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്. അപ്പോൾ ഇത് കാണാൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇങ്ങനെ ഒരു ഡാറ്റ തന്നാൽ ഇതിൻ്റെ ഈ 4 കാര്യങ്ങൾ കാണാൻ പഠിച്ചിരിക്കണം. പിന്നെ അടുത്തത് സിമ്പിൾ ഡാറ്റയാണ്. സിമ്പിൾ ഡാറ്റയല്ല, FI എന്നുള്ളത്, അതായത് ഫ്രീക്വൻസി വരുന്നത്. ഇപ്പം 2 മാർക്ക് തന്നെ 4 പേർക്കുണ്ട്, 3 മാർക്ക് 5 പേർക്കുണ്ട്, 4 മാർക്ക് 7 പേർക്കുണ്ട്. അപ്പോൾ ഇത് XI ആണ്, ഈ പറഞ്ഞ 2, 3, 4. FI ആണ് ഈ 4, 5, 7. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ CV എന്നുള്ളത് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്. ഇത് നമ്മൾ കാണാൻ പഠിക്കണം. പിന്നെ ക്ലാസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ ആയിട്ട് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ 10 to 20, 20 to 30 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനെ XIക്ക് മാറ്റണം. XIക്ക് മാറ്റുമ്പോൾ ഈ 10ൻ്റെ 20ൻ്റെ ഇടയിൽ 15 അല്ലേ, 15 എന്ന് എഴുതുക XI. അതേപോലെ 20ൻ്റെ 30ൻ്റെ ഇടയിൽ 25, അങ്ങനെ എഴുതി പോയാൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും, ജസ്റ്റ് FI തന്നതിൻ്റെയും അതേപോലെ ക്ലാസ് ഇൻ്റർവെല്ലിൽ തന്നതിൻ്റെയും സെയിം മെത്തേഡാണ്. ഇങ്ങനെ XI എടുത്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും എങ്ങനെ ചെയ്യുന്നത് എന്തായാലും പഠിക്കണം. അതും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സ്ഥിരം കാണാറുണ്ട്. പിന്നെ പ്രോബബിലിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ സാമ്പിൾ സ്പേസ് എഴുതാനും ചോദിക്കാം. പക്ഷെ ഇത് വല്ലാതെ ചോദിക്കാറില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ബാക്കിയുള്ള ഭാഗങ്ങളാണ്, ഈ 3 ഭാഗങ്ങളാണ് മെയിനായിട്ട് ചോദിക്കാറ്. സെറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ട് സെറ്റിൽ നമ്മൾ പഠിച്ച A യൂണിയൻ B, A കോംപ്ലിമെൻറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇതിൽ നിന്ന് ചോദിക്കാറുള്ള കുറച്ച് സാധനങ്ങൾ ഇതാണ്: കാർഡ്സിനെ ബേസ് ചെയ്തിട്ട്, ഡൈസിനെ ബേസ് ചെയ്തിട്ട്, കോയിൻസിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെയാണ് നമ്മളുടെ മോഡൽ എക്സാം, നാളെ ട്യൂസ്ഡേ. അപ്പോൾ ഈ മോഡൽ എക്സാം എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതുക. ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് കവർ ചെയ്യുക. ഈ ടോപ്പിക്കൊക്കെ കവർ ചെയ്തതിന് അത്യാവശ്യം ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.